ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട സപ്ലിമെൻറ്റ്സ് എന്തൊക്കെ? ഇത് അമ്മയുടെ ആഹാരത്തിൽ നിന്നും കിട്ടുമോ? ഏത് പ്രായം വരെയാണ് ഈ സപ്ലിമെൻറ്റ്സ് നൽകേണ്ടത്? കുഞ്ഞിന് നൽകേണ്ട ഡോസ് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കുഞ്ഞിന് മൾട്ടി വൈറ്റമിൻ സിറപ്പ് നൽകേണ്ടതുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ക്ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു വയസ്സിന് താഴെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയെന്ന് ആദ്യം നോക്കാം. ഒന്നാമത്തേത് വൈറ്റമിൻ ഡി. ഇത് കുഞ്ഞുങ്ങളിലെ അയണിൻ്റെ ആഗിരണത്തെ ത്വരിതപ്പെടുത്തുന്നു, എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തിക്ക് സഹായിക്കുന്നു. രണ്ടാമത്തേത് അയണാണ്. ഇത് കുഞ്ഞിന് ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഇമ്മ്യൂണിറ്റി, എനർജി ഇവയൊക്കെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മൂന്നാമത്തേതാണ് മൾട്ടി വൈറ്റമിൻസ്. ഇത് വൈറ്റമിൻ എ, സി, ഡി, ഇ, ബി കോംപ്ലക്സ് വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകേണ്ടതില്ല. ആർക്കൊക്കെയാണ് ഇത് നൽകേണ്ടതെന്ന് പിന്നീട് വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡിക്കായി വെയിൽ കൊള്ളിക്കേണ്ടതെന്നോ എന്നത് നോക്കാം. സൂര്യപ്രകാശത്തിൽ നിന്നും വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ നേരിട്ട് വെയിൽ കൊള്ളിക്കേണ്ടത് ആവശ്യമില്ല. ഇതിനായിട്ടാണ് വൈറ്റമിൻ ഡി നമ്മൾ നൽകുന്നത്. ഇത് കുഞ്ഞ് ജനിച്ച ശേഷം മുതൽ തന്നെ നൽകി തുടങ്ങാവുന്നതാണ്. അമ്മയുടെ ആഹാരത്തിൽ നിന്നും കുഞ്ഞിന് ഈ വൈറ്റമിൻ ഡി കിട്ടുമോ എന്ന് നോക്കാം. ബ്രസ്റ്റ് ഫീഡിങ് കുഞ്ഞുങ്ങളിൽ വൈറ്റമിൻ ഡി വളരെയധികം കുറവായിരിക്കും. അയണ് 6 മാസം വരെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ബ്രസ്റ്റ് മിൽക്ക് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡിയുടെയും അയണിൻ്റെയും കണ്ടൻറ്റ് വളരെയധികം കുറവാണ്. പക്ഷേ ഇത് കുഞ്ഞുങ്ങൾക്ക് പുറമേ നിന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബ്രസ്റ്റ് ഫീഡിങ് വഴി കുഞ്ഞിന് അയണും വൈറ്റമിൻ ഡിയും കിട്ടുകയില്ല. ഇനി അയൺ വൈറ്റമിൻ ഡി എത്ര ഡോസാണ് കുഞ്ഞിന് നൽകേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തേത് വൈറ്റമിൻ ഡി 400 IU പെർ ഡേ ജനിച്ചത് മുതൽ 1 വയസ്സ് വരെ കുഞ്ഞിന് നൽകാം. ഇത് 1 ml ആണ് നൽകേണ്ടത്. 800 IU അതായത് ഇൻ്റർനാഷണൽ യൂണിറ്റ് 0.5 ml പെർ ഡേ ആണ് നൽകേണ്ടത്. രണ്ടാമത്തേതാണ് അയണ്. കുഞ്ഞിന് ആദ്യ 6 മാസം വരെ അയണിൻ്റെ ആവശ്യമില്ല. 6 മാസം മുതൽക്ക് 1 mg/kg പെർ ഡേ എന്ന ഡോസാണ് കുഞ്ഞിന് നൽകേണ്ടത്. 6 മാസത്തിൽ കുഞ്ഞിന് ആഹാരം നൽകുന്ന സമയത്ത് അയൺ അടങ്ങിയ ഫുഡ് കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് അയണിൻ്റെ ഡോസ് കണക്കാക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് കമൻസിൽ ചോദിക്കുകയാണെങ്കിൽ എത്ര ഡോസാണ് നൽകേണ്ടതെന്ന് പറഞ്ഞു തരാം. കുഞ്ഞിൻ്റെ വെയിറ്റ് കുറവ്, വിളർച്ച ഇവയൊക്കെ ഉള്ള സമയത്ത് അയൺ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇനി ഏത് പ്രായം വരെയാണ് വൈറ്റമിൻ ഡി, അയൺ ഇവയൊക്കെ നൽകേണ്ടത് എന്ന് നോക്കാം. പൊതുവെ കുഞ്ഞിൻ്റെ ഉച്ചി, പതപ്പ് ഇവയൊക്കെ ഫോണ്ടനലേസ് എന്നാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ ബോൺസ് ഫ്യൂസ് ചെയ്യുന്നത് വരെ, അതായത് ഏകദേശം 1 വയസ്സ് വരെയൊക്കെയാണ് വൈറ്റമിൻ ഡി റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഫോർമുല ഇവയൊക്കെ ഇല്ല. ഫോർട്ടിഫൈഡ് മിൽക്ക് പ്രോഡക്ട്സ് ഒന്നും കുഞ്ഞ് നൽകുന്നില്ല. ചില സമയത്ത് 1 വയസ്സിന് ശേഷവും ഡോക്ടേഴ്സ് വൈറ്റമിൻ ഡി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അയണ് കുഞ്ഞുങ്ങൾക്ക് ഏകദേശം വെയിറ്റ് ഗെയിനായിട്ടും അനീമിയ ഒക്കെ ഉള്ള സമയത്തുമൊക്കെ നൽകാനായിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. വൈറ്റമിൻ ഡി, അയണ് ഇവയൊക്കെ നൽകിയില്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. വൈറ്റമിൻ ഡി നൽകിയില്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. ഇതിനെ റിക്കറ്റ്സ് എന്നാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ കാലിന് വളവ്, ബോൺസിന് ബലക്കുറവ്, പല്ല് വരുന്നത് ലേറ്റ് ആവുക, പ്രോപ്പറായിട്ടുള്ള ബോൺ ഗ്രോത്ത് എത്താതെ ഇരിക്കുക ഇവയൊക്കെ ഉണ്ടാകുന്നു. അയൺ കുറവാണെങ്കിൽ വിളർച്ച, വെയിറ്റ് കുറവ്, തളർച്ച, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇല്ലാതിരിക്കുക ഇവയൊക്കെ ഉണ്ടാകുന്നു. ഇനി ഏത് കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് മൾട്ടി വൈറ്റമിൻ ഡ്രോപ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ, പാല് കുടിക്കാതിരിക്കുന്ന അവസ്ഥ, ബർത്ത് വെയിറ്റ് കുറവ്, പ്രീമച്വർ ബേബീസ്, ചില സമയത്ത് അയൺ, സിങ്ക്, വൈറ്റമിൻ ഡി ഇവയൊക്കെ ബ്രസ്റ്റ് ഫെഡ് ബേബീസിന് കുറവായി കണ്ടാലും മൾട്ടി വൈറ്റമിൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളിൽ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് മൾട്ടി വൈറ്റമിൻ കൊടുക്കാറുണ്ട്. അമ്മമാർക്ക് പോഷകക്കുറവ് കാണുമ്പോഴും ഡോക്ടേഴ്സ് മൾട്ടി വൈറ്റമിൻ റെക്കമെൻഡ് ചെയ്യുന്നു. വൈറ്റമിൻ ഡി ജനിച്ച ആദ്യ ദിവസം മുതൽ തന്നെ കൊടുക്കാവുന്ന ഒരു വൈറ്റമിനാണ്. അയൺ ഡ്രോപ്സും 6 മാസത്തിന് ശേഷം നൽകാം. എന്നാൽ മൾട്ടി വൈറ്റമിൻ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രത്യേക സിറ്റുവേഷൻസിൽ മാത്രം നൽകേണ്ട ഒന്നാണ്. അമ്മയുടെ ആഹാരവുമായി സപ്ലിമെൻറ്റ്സിന് യാതൊരു ബന്ധവുമില്ല. റെഗുലറായി ഈ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക വഴി അനീമിയ, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നു. കുഞ്ഞിൻ്റെ മെച്ചപ്പെട്ട വളർച്ചയും ഇതിന് സഹായിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് മുമ്പ് നൽകേണ്ട സപ്ലിമെൻറ്റ്സിനെ പറ്റിയാണ് ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻസായി ചോദിക്കാം.